ഞങ്ങൾ താമസിക്കുന്ന റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം ബെഡ് വരുന്നത്. ഇനി അടിപൊളി ഒരു ബാൽക്കണി കാണിച്ചേ. അതെയോ? പണി ഉണ്ടാക്കിയോ? ബാൽക്കണി വരുന്നത്. ഇവിടെ ഫാത്തിമ അതിനേക്കാൾ സുഖം എന്താണോ? ഇത് നീച്ചമാണ് വ്യൂ കാണാം. നല്ല കോടയൊക്കെ രാവിലെ അവിടെ സ്ഥിരമായിട്ട് വരുന്നത്. കൈനാശമല്ലേ ആരുടെ കൂടെ എന്നുള്ളത് നിങ്ങൾ കൂട്ടിച്ചേർക്കുക. ആരുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ ഇതാണ്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. നല്ല സ്പേസബിളായിട്ട്. അപ്പം അങ്ങനെയാണ്. ഓക്കെ, റിസോർട്ടിൽ നിന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയതാട്ടോ. ഇതൊരു മൈൻഡും ഇല്ലാതെ തിന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പുറത്ത് അരുണ് കപ്പയും പോർക്കുമാണ് മേടിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പോർക്ക് കഴിക്കുന്നതിൻ്റെ പ്രതിഷേധമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചിട്ട് നിൽക്കുകയാണ്. എനിക്ക് ബീഫ് പൊതുവേ ഞാൻ കഴിക്കാറില്ല. പോർക്ക് കഴിക്കുന്നത് എനിക്ക് വളരെ അലർജിയാണ്. ഞാൻ കഞ്ചി ഛർദ്ദിച്ച് കൊടല് വരെ പുറത്ത് വന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ചോറ് കഴിച്ചതിന് ശേഷം. കാരണം അവനാണ് കഴിച്ചതെങ്കിലും ഛർദ്ദിച്ചത് ഞാനാണ്. എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ചെറുതിലേ തൊട്ടിട്ട് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. അവന് പന്നി കഴിക്കുക എന്ന് പറഞ്ഞാൽ അന്നപ്പോൾ തുടങ്ങിക്ക് എനിക്ക് വല്ലാത്തൊരസ്വസ്ഥത. അതുകൊണ്ടാണ് ഒരു എന്താ പറയുക ഭാവഭേദങ്ങളുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്. അവനെ നോക്കിയിട്ട് പോലുമില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കൈ മറച്ച് വെച്ചതാണ്. കാരണം അവൻ കഴിക്കുകയും കൂടി ചെയ്യുന്നുണ്ടാ ഞാൻ അപ്പം തന്നെ ഛർദ്ദിക്കുമെന്ന് എനിക്കറിയാം. ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വന്നതിന് ശേഷമാണ് പിന്നെ വാളുവെപ്പ് തുടങ്ങിയത്. ഇനി ജീവനുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അവനെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കില്ല. കാരണം അവനെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകയേ. അപ്പം പിന്നെ അവന് കഴിക്കാൻ പറ്റൂലോ. എല്ലാവർക്കും ഒരു റൂമിൽ നിന്ന് പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ച്. കാരണം ഞാൻ ഛർദ്ദിച്ചൊരു വയ്യായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നല്ല സ്ട്രോങ് കട്ടനിട്ട് കുടിച്ച് അതോടൊപ്പം ലുഡോ കളിച്ചതാണ്. ഓരോരുത്തർ 50 രൂപ ബെറ്റ് വെച്ചിട്ട്. പക്ഷേ ജയിച്ചത് മകനാട്ടോ. ഞങ്ങളെ രണ്ടാളെയും തോൽപ്പിച്ച് അവൻ ജയിച്ചു. അങ്ങനെ കട്ടൻ ചായയും ലുഡോയും അതേപോലെ അവിടെ ഒരു എന്താ പറയുക നമ്മൾ പണ്ടത്തെ നോട്ട് ബുക്കിലൊക്കെ കാണുന്ന സീനറി ഉണ്ടല്ലോ അതേപോലത്തെ വ്യൂവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ലുഡോയിൽ ഞാനും മരുണും പൊട്ടി എന്നുള്ള വാർത്ത നിങ്ങളെയും കൂടി അറിയിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് മോള്
കുറച്ച് നേരം വീഡിയോ എടുക്കാൻ പറഞ്ഞ സമയത്ത് ഇവള് വീഡിയോ ഓണാക്കി ഞങ്ങളുടെ കളിയും കണ്ട് കുത്തിരുന്ന്. വയ്യേ കരുണ് ചോദിച്ചു ഇത് തീരുവൊളുങ്ങി വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഓക്ക് ബോധം വന്നത്, അയ്യോ ഞാൻ ഈ വീഡിയോ ഓണാക്കി നിൽക്കുകയാണല്ലോ എന്നുള്ളത്. അങ്ങനെ പിന്നെ അവൾ കട്ടാക്കി. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് ലുഡോയിൽ പൊട്ടി കുത്തിരിക്കുകയാണ് ഗായ്സ്. എന്താ വിളിച്ചേ? അല്ല എന്തായും വിളിച്ചേ? ഞാനല്ല പാറിപ്പോയതാ. അല്ല എന്തായും വിളിച്ചേ? ഞാനോ വാങ്ങാൻ പോയി. അല്ല എന്തായും വിളിച്ചേ? എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? ബ്യൂട്ടി കിട്ടിയില്ലേ? കൈ തട്ടുപോയി. പൈനാപ്പിൾ അന്ന് ഞാൻ കഴിച്ചു തന്നെ 150 റുപ്യ. പുളിക്കുന്നു അതിനാപ്പ. ഒരു മുതല അതാ അരു, ഒരു മുതല. പക്ഷേ കഴിക്കും. ഇപ്പോഴാണ് ചായ കിട്ടിയ അങ്ങനെ പിന്നെ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാനും മോനോടും ഒരു റീലൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റീലൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ ചുമ്മാതിരിക്കുക. റിസോർട്ടിൽ പേരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അരുണിപ്പോൾ പറിച്ചു തന്നു. പഴുത്തിട്ടില്ല ഗൈസ്, പച്ചയോ. കൈവാശ് ചെയ്യുന്നിട്ട് പച്ച പച്ചപ്പേരക്ക. സമയം ഇരുട്ടിയല്ല കേട്ടോ, ഇരുടായി. ഇപ്പം എനിക്ക് ഗുളിക കുടിക്കാനുള്ള സമയമാണ്. ഇപ്പം ചോദിക്കും ഭ്രാന്തിൻ്റെ ആണോന്ന്. അതേ ആര്യമ്പള്ളിയിലെ മീനാക്ഷി ഞാൻ തന്നെയാണ്. അരുണേട്ടൻ അതാ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗുളിക കുടിച്ചതാണ്. ഇനി ഭ്രാന്തിൻ്റെ ആണോ എന്നുള്ള കമൻറ്റുകൾ വേണ്ട കേട്ടോ. അത് തന്നെ മീനാക്ഷി ഞാൻ തന്നെയാ. ഇന്നേ ഉച്ചയ്ക്ക് നല്ല നാടൻ ചോറും കറിയുമാണ് കിട്ടിയത്. അപ്പം പെരുന്നാളായിട്ട് ബിരിയാണി ഇല്ലാത്തൊരു പെരുന്നാൾ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഒടുക്കം രാത്രിയായപ്പം ബിരിയാണി വന്നു ഗൈസ്. അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതേ ഞാൻ ഇതൊന്ന് കഴിച്ചാൾട്ടെ. ഉണ്ടെന്ന് വിചാരിക്കും. ഓരോരോ നാട്ടിലേക്ക് ഓരോരോ ടേസ്റ്റ് ആണല്ലോ. അതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് സഹിക്കാം. ഇത് ബീഫല്ലേ? ചിക്കനാ.
കുറച്ച് അച്ചാറോ അമ്മാറോ അപ്പോഴേ പറഞ്ഞ നോക്കിയിട്ട് മസാലയൊന്നും ഇല്ലടേ. എന്തായാലും എന്ത് ബിരിയാണി ആയാലും എങ്ങനെ ബിരിയാണി ആയാലും തിന്നും. പെരുന്നാക്ക് ബിരിയാണി കിട്ടിയോ ഹൈറ്. അയ്യോ നമുക്ക് എത്രയേ ഉള്ളൂ. പെരുന്നാളായാലും ബിരിയാണി കിട്ടണം. എന്താണ് അതാണ് മസിലൊന്നും ഇല്ല. ഇല്ലേ മസിലൊന്നും ഇല്ലടേ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങോളെ കാണിച്ചാ കാണിച്ചില്ലേ? മൂന്നെണ്ണം മൈയാണ്. അതാ ഞാൻ പറഞ്ഞ നോക്കിയിട്ട് എന്താ അപ്പൊ ഞാൻ ഈ ബിരിയാണി ഒക്കെ നിലത്താ പോണ്. ഒന്ന് ആസ്വദിച്ച് നല്ല ടേസ്റ്റ് വെച്ച് ഒന്ന് തിന്നട്ടെ. ബൈ ഒലി ഇന്ന് തിന്നോട്ടെ. പിന്നെ പ്ലേറ്റിലാക്കണ്ടല്ലോ. അപ്പൊ ബൈ പറഞ്ഞിട്ട് ബിരിയാണിനോടൊപ്പം ജസ്ന സലീം